ഒരു ഗ്രാമത്തിലുള്ള ആളുകൾ മുഴുവൻ യാത്രാസ്നേഹികളായാൽ എങ്ങനെയുണ്ടാകും? ഈ ചോദ്യത്തിനുള്ള മറുപടി കോഴിക്കോട്ടെ നരയംകുളത്തുകാർ നമ്മോട് പറയും. 15ഓളം ക്ലബ്ബുകളിലായി 450-ലധികം പേരാണ് ഇവിടെ നിന്ന് വർഷത്തിലൊരിക്കൽ വിവിധ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത്. കൂലിപ്പണിക്കാർ മുതൽ വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥന്മാർ വരെ ഈ കൂട്ടത്തിലുണ്ട്. യാത്ര പോകാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും, പക്ഷേ പലപ്പോഴും സാധിച്ചു എന്ന് വരില്ല. എന്നാൽ ഒരു ഗ്രാമത്തിലുള്ളത് മുഴുവൻ യാത്രാപ്രേമികളാണെങ്കിലോ? അവർക്കടുത്തേക്കാണ് നമ്മുടെ ഈ യാത്ര, കോഴിക്കോട് നരയംകുളത്തേക്ക്. ഞങ്ങളെത്തുമ്പോൾ ചർച്ച പൊടി പൊടിക്കുകയാണ്. അടുത്ത യാത്ര എങ്ങോട്ടെന്നതാണ് തർക്ക വിഷയം. നമ്മൾ ഒരു തവണ പോയ പ്ലേസിലേക്ക് തന്നെ ഫ്ലൈറ്റിൽ പോവാ. അപ്പൊ നമുക്ക് ആ ഒരു ബഡ്ജറ്റ് ഫ്ലൈറ്റ് കിട്ടൂലേ. മനസ്സിലൊതുങ്ങിയ യാത്രകൾക്ക് ചിറകുമുളച്ചത് 2007 തുടക്കം കൈരളി ക്ലബിലൂടെ. യാത്രയുടെ ലഹരി ഗ്രാമം മുഴുവൻ പടർന്നപ്പോൾ ക്ലബ്ബുകളുടെ എണ്ണവും കൂടി. പിന്നെ അവധിക്കാലം എത്താനുള്ള കാത്തിരിപ്പ്. സാധാരണമായി നമ്മുടെ നാട്ടിൻ പുറം മുഴുവൻ കാണാത്ത ആൾക്കാരുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇങ്ങനെ നമ്മൾ മാത്രം നാടുകൾ കണ്ടിട്ടൊന്നും കാര്യമില്ല. അപ്പം വീട്ടിലുള്ള സ്ത്രീകൾ അവരെ കൂടി നമ്മൾ കൂടെ കാണിച്ച് സ്ഥലങ്ങൾ കാണിക്കാൻ കൂട്ടിക്കൊണ്ടുപോകണം. ചെറിയൊരു പരിസംഖ്യ വെച്ചിട്ട് അതിനെ ഏകീകരിച്ചിട്ടാണ് ഞങ്ങൾ സ്ഥലങ്ങൾ കണ്ടത്. ഇതുവരെ 14 സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞു ഇന്ത്യൻ്റെ. ഇനിയിപ്പം 15ാമത് സ്ഥലമാണ് ഞങ്ങളിപ്പം ഈ കമ്മിറ്റിയിൽ തീരുമാനമെടുക്കുന്നത്. ആദ്യം തുടങ്ങിയ ക്ലബ്ബ് എന്ന നിലയ്ക്ക് ഞങ്ങളുടെ ക്ലബിൻ്റെ പേര് കൈരളി ടൂറിംഗ് ക്ലബ്ബ് എന്നാണ്. നല്ല നിലയ്ക്ക് പോകുന്നൊരു ക്ലബ്ബാണ്. ഇത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നരയംകുളത്തിൻ്റെ നാട്ടുകാഴ്ചകളിൽ നിന്ന് നിഷയും ഗ്രീഷയും ബീനയുമെല്ലാം പുതിയ ലോകത്തിലേക്ക് യാത്ര തുടങ്ങി. 4 ചുമരിൻ്റെ ഉള്ളിൽ താമസിച്ചൊരു കുറേ സ്ത്രീകളാണ് ഈ ടൂറിംഗ് ക്ലബ്ബിലുള്ള 10-24 കുടുംബമാണ് പോകുന്നത്. ഒരു 20 വീട്ടിൽ നിന്നാണെങ്കിലും വൈകുന്നേരം 20 വീട്ടിൽ നിന്നാണ് ഇറങ്ങുക. പക്ഷേ പോയി കഴിഞ്ഞാൽ ഒരു വീട്ടിലാണ് ഞങ്ങൾ താമസം. ഇങ്ങനെയൊന്നും പോകാൻ കഴിയുമെന്ന് വിചാരിച്ചതല്ല. ഇങ്ങനെ ഒരു ക്ലബ്ബ് ആരംഭിച്ചതുകൊണ്ടാണ് പോകാനായത്. കാർത്തികയും ആൻവികയും ആദ്യ യാത്ര നടത്തിയത് ഓർമ്മയുറയ്ക്കും മുൻപ്. ഇന്ന് ഇന്ത്യയിൽ പോയിട്ടില്ലാത്ത സ്ഥലങ്ങൾ അപൂർവം. ഇവര് 2007 സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് അപ്പം 5 വയസ്സ്. ഞാൻ 5 വയസ്സിൽ, ഇവിടെ 1 വയസ്സിൽ തുടങ്ങിയിട്ടുണ്ട് പോകാൻ. അപ്പോഴേ പോയി തുടങ്ങിയെന്ന് ഞാൻ ഇപ്പം ആലോചിക്കുമ്പോൾ എനിക്ക് ഞാൻ എത്ര ലക്കിയാണെന്ന് തോന്നും. ഫോണിലുണ്ട് ഫോട്ടോ, ഞാൻ കുഞ്ഞായപ്പോഴുള്ള ഫോട്ടോ. അപ്പോൾ അത് കാണിച്ചെടുക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും അത്രയും മുന്നേ പോയി തുടങ്ങിയിട്ടുണ്ടല്ലേ. പുതിയ യാത്രയുടെ ചർച്ച തീരുന്ന മട്ടില്ല. അതിനാൽ ഞങ്ങൾ മടക്കയാത്ര തുടങ്ങി. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്.